നിങ്ങളൊരു റോഡ് വീലറിനെ വാങ്ങിക്കുന്ന സമയത്ത് എന്തായാലും പപ്പി സ്റ്റേജിലായിരിക്കും വാങ്ങിക്കുന്നത്. ഒരു 35-40 ദിവസം പ്രായമുള്ളപ്പോഴായിരിക്കും വാങ്ങിക്കുന്നത്. അപ്പം അങ്ങനെ എടുത്താൽ മാത്രമേ പപ്പിക്ക് എന്താവത്തുള്ളൂ, നമ്മളുമായിട്ട് കൊച്ചിലെ തന്നെ നമ്മളുമായിട്ട് അറ്റാച്ച്മെന്റ് വരത്തുള്ളൂ. അഡൽട്ട് ആവുന്ന സമയത്ത് നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് പപ്പി സ്റ്റേജിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ അധികം അഗ്രസീവ് നേച്ചർ ഒന്നും അല്ലാതെ സോഷ്യലൈസ് ചെയ്ത് വളർത്തിയ റോഡ് വീലേഴ്സ് ഉണ്ട്, എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെയുള്ള. അപ്പൊ ആ ഡോഗ്സിനെയൊക്കെ ആണെങ്കിൽ നമുക്ക് 1 വയസ്സിൽ 1.5 വയസ്സിലേക്ക് എടുത്ത് വളർത്തുന്നവരുണ്ട്, അതിന് കുഴപ്പമില്ല. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം ചൂസ് ചെയ്യുക അഡൽറ്റിനെ ചൂസ് ചെയ്യുന്ന സമയത്ത്. അതല്ലെങ്കിൽ പപ്പീനെ തന്നെയാണ് വാങ്ങിക്കുന്നത് കുറച്ചും കൂടെ നല്ലത്. അപ്പൊ നമ്മൾക്കും ആ ഒരു ബോണ്ട് കാണും, ആ ഒരു പപ്പിക്കും നമ്മളോടൊരു ബോണ്ട് കാണും. ഹലോ പെറ്റ് ലവേഴ്സ്, ടെസ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റോഡ് വീലറിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. റോഡ് വീലറിനെ വാങ്ങിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, പിന്നെ റോഡ് വീലറിന്റെ കുറച്ച് ഫുഡിന്റെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട്, ഇപ്പം അവരുടെ ആ ഒരു പെറ്റ് ഷോപ്പ് അല്ലെങ്കിൽ കെനലൊക്കെ ഒന്ന് യൂട്യൂബ് വഴി പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെറ്റ് ഷോപ്പോ അല്ലെങ്കിൽ ഡോഗ് കെനലോ അല്ലെങ്കിൽ ഫാമോ അല്ലെങ്കിൽ കാറ്റിൻ്റെയോ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ബിസിനസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പ്രൊമോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഈ ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. കെനലിന്റെയും ഫാമിന്റെയും പ്രൊമോഷൻ വീഡിയോ മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ഒരു പപ്പീനെ സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ കിറ്റനെ സെയിൽ ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടെ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ. വാട്സപ്പ് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. റോഡ് വീലർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറിൻ ബ്രീഡ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും നാടൻ ഡോഗ് ആയിക്കോട്ടെ, ഇപ്പം ഏത് ബ്രീഡ് ആണെങ്കിലും നമ്മൾ അവരെ എങ്ങനെയാണോ നോക്കുന്നത് ആ രീതിയിലായിരിക്കും അവരുടെ ആ ഒരു ബിഹേവിയറും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നത്. പിന്നെ റോഡ് വീലറിന്റെ കേസിൽ എല്ലാവർക്കും ചെറിയൊരു ഭയമുണ്ട്. ആദ്യമേ അതിനെ പപ്പിയായിട്ട് വാങ്ങിക്കുമ്പോൾ തന്നെ ഇത് വലുതാകുമ്പോഴത്തേക്ക് നമ്മളെ കടിക്കും അല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്ത് നമ്മളെ കൊല്ലാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആ ഒരു ഡോഗിനെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് ഡോഗിനും മനസ്സിലാവും. അതായത് ഇപ്പം ഏതൊരു പപ്പി ആണെങ്കിലും നമ്മൾ ആദ്യമേ വാങ്ങിക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ഒരു ബൈറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ ഒരു ബൈറ്റിംഗ് ടെൻഡൻസി ഈ പറയുന്നത് പോലെ റോഡ് വീലറിന്റെ അല്ലെങ്കിൽ പിറ്റ്ബുള്ളിന്റെ കേസിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിലൊരു ഭയം ഉള്ളവരാണെങ്കിൽ കൊച്ചിലെ തൊട്ട് തന്നെ നമ്മൾ അത് പേടിക്കും, അവരിങ്ങനെ ചെറുതായിട്ട് ബൈറ്റിംഗ് ടെൻഡൻസി ഒക്കെ കാണിക്കുമ്പോഴത്തേക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഭയം ആ ഒരു ഡോഗിന് പപ്പിയായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല. പക്ഷെ എന്നാലും കുറച്ച് വലുതൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഭയം എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് നല്ല രീതിയിൽ സെൻസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, അവർ ചാർജ് ചെയ്യാനായിട്ട് തുടങ്ങും. അവർ നമ്മുടെ ഓണറായിട്ട് ബിഹേവ് ചെയ്യുന്ന രീതിയിലാവും. അപ്പൊ അതിനുള്ള അവസരം നമ്മളായിട്ട് തന്നെ കൊടുക്കരുത്. അവർ പപ്പിയായിട്ട് ഇരിക്കുമ്പം തന്നെ അവർ ചെറിയ രീതിയിലുള്ള ബൈറ്റിംഗ് ടെൻഡൻസി ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് അത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പൊ ടോയ്സ് ഒക്കെ കൊടുത്തിട്ട് നോ കമാൻഡ് ഒക്കെ പഠിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ആദ്യമേ നമ്മളിങ്ങനെ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ വീണ്ടും വീണ്ടും ബൈറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഓടിയോ ചാടിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ തള്ളി മാറ്റുന്ന കണക്കൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഡോഗ് വിചാരിക്കും നമ്മൾ അവരുടെ കൂടെ കളിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ബൈറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. അപ്പൊ നമ്മളിങ്ങനെ ആദ്യമേ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്യാതിരുന്നിട്ട് താല്പര്യമില്ലാത്ത രീതിയിൽ കാണിച്ചതിന് ശേഷം നോ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഏതെങ്കിലും ടോയ് അതിന് പകരമായിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ശീലിപ്പിച്ചെടുക്കുക. പിന്നെ നിങ്ങളൊരു റോഡ് വീലർ പപ്പീനെ വാങ്ങിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അതിന്റെ മദർ സൈഡും ഫാദർ സൈഡും നോക്കിയിട്ട് തന്നെ മേടിക്കുക. കാര്യം ഇപ്പോൾ ഒരുപാട് ക്രോസ് ആയിട്ടുള്ള ബ്രീഡ്സ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പ്യുവർ ആയിട്ടുള്ള റോഡ് വീലറിനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു പേരന്റ് സൈഡും കൂടെ നിങ്ങൾ നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് എല്ലാവരും ചോദിക്കുന്ന വേറൊരു കാര്യമാണ് ഫുഡ് അഗ്രഷനെ കുറിച്ചിട്ട്. ആക്ച്വലി ഫുഡ് അഗ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പപ്പിയായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അതിനെ ഒന്ന് സ്നേഹിക്കുക. അത് തലയിലൊക്കെ ഒന്ന് തടവി അല്ലെങ്കിൽ ഫുഡിന്റെ ആ ഒരു പാത്രത്തിൽ നമ്മൾ കൈ ഇട്ടിട്ട് ഇങ്ങനെ പപ്പിയായിട്ടിരിക്കുമ്പോൾ തന്നെ വായിലൊക്കെ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ ശീലിപ്പിച്ച് കൊണ്ടുവരുവാണെങ്കിൽ വലുതായിട്ടിരിക്കുമ്പോഴും കുഴപ്പമില്ല. വലുതായിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആ ഒരു അഡൽട്ട് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ തൊടുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ ഒരു പാത്രം നീക്കുകയൊക്കെ ചെയ്യുവാണെങ്കിലും ഒരു കുഴപ്പവും വരത്തില്ല. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ കൊച്ചിലേ ശീലിപ്പിക്കാതെ പെട്ടെന്ന് അവർ അഡൽട്ട് ആയതിനു ശേഷം ഫുഡ് കഴിക്കുമ്പോൾ നമുക്കൊരു സ്നേഹം തോന്നി അതിനെ തടവാനോ തൊടാനോ ഒക്കെ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ പെട്ടെന്ന് അഗ്രഷൻ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് നമ്മൾ കൊച്ചിലെ പപ്പിയായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ട്രെയിൻ ചെയ്ത് മാറ്റിയെടുക്കുകയാണെങ്കിൽ അഡൽട്ട് ആകുമ്പോഴും ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ കുഴപ്പമില്ല. പിന്നീട് വരുന്ന കേസാണ് ഗ്രൂമിങ്ങിന്റെ കാര്യം. ഇപ്പൊ ഗ്രൂമിംഗ് എന്ന് പറയുമ്പോൾ ഈ ബാക്കിയുള്ള ഹെയറി ബ്രീഡ്സിന്റെ കണക്ക് നമുക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രൂമിങ്ങിന്റെ ആവശ്യം റോഡ് വീലറിനില്ല. അതായത് ഇപ്പൊ നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസമോ 3 ദിവസമോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലാതെ ഡെയിലി ഇപ്പം കാലത്തും വൈകിട്ട് നമ്മൾ കോംബ് ചെയ്യേണ്ട ആവശ്യമില്ല.
അതായത് ഇപ്പോൾ ജർമ്മൻ ഷെപ്പേർഡ്, ഷിറ്റ്സു, ഗോൾഡൻ റിട്രൈവർ, ഇതൊക്കെ നല്ല ഹെയർ ഉള്ള ബ്രീഡാണല്ലോ. അപ്പോൾ അവർക്ക് നമ്മൾ കോംബ് ചെയ്യുന്ന കണക്ക് അല്ലെങ്കിൽ അവരെ നമ്മൾ ഗ്രൂം ചെയ്യുന്ന കണക്ക് അത്ര ഒരു ഗ്രൂമിങ്ങിന്റെ ആവശ്യം നമുക്ക് റോഡ് വീലറിന് വരുന്നില്ല. പിന്നെ എന്നിരുന്നാലും നിങ്ങൾ മാസത്തിൽ ഒരു തവണയെങ്കിലും എന്ത് ചെയ്യുക, കുളിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കുളിപ്പിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ മനുഷ്യർ ഉപയോഗിക്കുന്ന ബോഡി വാഷോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കരുത്. ഡോഗിന്റെ തന്നെ ഷാമ്പു ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളിപ്പോൾ ഒരു റോഡ് വീലറിനെ വാങ്ങിക്കുന്നത് മിക്കവാറും ഒരു പപ്പി സ്റ്റേജിൽ തന്നെയായിരിക്കും. അപ്പോൾ പപ്പി സ്റ്റേജിൽ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളുമായിട്ട് കുറച്ചും കൂടെ അറ്റാച്ച്മെന്റ് കൂടുതലായിരിക്കും. അതായത് 35-40 ഡേയ്സിലേക്ക് വാങ്ങിക്കുന്ന സമയത്ത്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിക്കുന്നത് അവരുടെ അടുത്ത് കറക്റ്റായിട്ട് ചോദിക്കുക, ഡീവോമിംഗ് ഒക്കെ ചെയ്തോ എന്നുള്ളതും അതുപോലെ വാക്സിനേഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ പപ്പി സ്റ്റേജിൽ തന്നെ വാങ്ങിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളും ആ ഒരു പപ്പിയായിട്ട് നല്ലൊരു അറ്റാച്ച്മെന്റ് കൊച്ചിലേ തന്നെ വരും. വലുതാകുമ്പോഴും അതിന് നമ്മളോട് ആ ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ കാണും. പിന്നെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ചിലവർ ഇപ്പോൾ ഈ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ട് ചുമ്മാ ഒരു കൗതുകത്തിന് ഒരു പപ്പീനെ വാങ്ങിക്കും. അല്ലെങ്കിൽ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിനെ നല്ലതുപോലെ കെയർ ചെയ്യത്തില്ല, അതിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യത്തില്ല, ജസ്റ്റ് ഫുഡ് കൊടുക്കും, എന്നിട്ട് കൂട്ടിൽ തന്നെ ഇട്ടേക്കും. അങ്ങനെ ആവുന്ന സമയത്താണ് ഇതൊരു അഗ്രസീവ് നേച്ചറിലോട്ട് മാറുന്നത്. അതിൻ്റെ ആ ഒരു അഗ്രഷനും കാര്യങ്ങളൊക്കെ കൂടി വരുന്നത്. ഇപ്പം നമുക്കാണെങ്കിലും ഇപ്പം നമ്മളെ പിടിച്ച് ആരെങ്കിലും ഒരു റൂമിൽ അടച്ചിട്ട് സമയാസമയം ഫുഡ് മാത്രം തന്ന് പിന്നെ ഒരു സഹകരണം ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഭയങ്കര അഗ്രഷൻ ആയിരിക്കും. അവരോട് നമുക്ക് തന്നെ ഭയങ്കര ദേഷ്യമായിരിക്കും. അതേ സെയിം മെന്റാലിറ്റി തന്നെയാണ് ഇപ്പം ഏതൊരു ഡോഗ് ആണെങ്കിലും നമ്മൾ അതിനെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതിന് കെയർ ഒന്നും ചെയ്യാതെ സ്നേഹിക്കുകയൊന്നും ചെയ്യാതെ കൂട്ടിൽ തന്നെ ഇടുവാണെങ്കിൽ അത് അഗ്രസീവായിട്ട് മാറും. പിന്നെ നിങ്ങൾ ഈ ഒരു പപ്പി ആയിട്ട് എടുക്കുമ്പോൾ തന്നെ ഇതിന്റെ ആ ഒരു നേച്ചർ വലുതാകുമ്പോൾ എങ്ങനെ ആവണം ഉള്ളത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾ കറക്റ്റ് പക്ക ഒരു ഗാർഡിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പപ്പീനെ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു റോഡ് വീലറിനെ വാങ്ങിക്കുന്നത്. അതായത് ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇപ്പം ഏതെങ്കിലും വന്യമൃഗ ശല്യം ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗാർഡിങ് പർപ്പസിനാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ അതിനെ അഗ്രസീവായിട്ട് തന്നെ വളർത്തുന്നതാണ് നല്ലത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇപ്പൊ നമ്മൾ ചുമ്മാ ഒരു അഗ്രസീവായിട്ട് വളർത്തി കഴിഞ്ഞാൽ ചിലപ്പം ആൾക്കാർ പോകുമ്പോഴും കയറി അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് കൊച്ചിലെ തന്നെ നല്ലതുപോലെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് എന്തിനാണോ ഏത് പേർപ്പസിനാണോ നമ്മൾ വളർത്തുന്നത് ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കുക. അതല്ല നിങ്ങൾക്ക് വീട്ടിൽ എല്ലാവരുമായിട്ട് ഇണങ്ങണം, വീട്ടിൽ വരുന്നവരൊക്കെ ആയിട്ട് നല്ലതുപോലെ ഫ്രണ്ട്ലി ആയിട്ട് അറ്റാച്ച്മെന്റ് ഒക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ കൊച്ചിൽ തന്നെ എന്ത് ചെയ്യുക, നല്ല സോഷ്യലൈസ് ചെയ്ത് എല്ലാവരുമായിട്ട് മിങ്കിളൊക്കെ ചെയ്ത് പപ്പീനെ വളർത്തുക. അതായത് നമ്മളിപ്പോൾ ഒരു പപ്പീനെ വാങ്ങിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പപ്പീനെയും കൂടെ കൊണ്ടുപോയി അങ്ങനെ സോഷ്യലൈസ് ചെയ്ത് വളർത്തുന്ന സമയത്ത് അത് വലുതാകുമ്പോഴും എന്ത് ആവത്തില്ല, അഗ്രസീവ് ആവത്തില്ല. വീട്ടിൽ വരുന്ന എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ പർപ്പസ് എന്താണോ ആ ഒരു പർപ്പസ് കൊച്ചിലെ തന്നെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ നല്ല രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്ത് നല്ലതുപോലെ തന്നെ അറ്റാച്ച്മെന്റ് ഒക്കെ കാണിച്ച് വളർത്തുവാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന കമാൻഡ്സ് ഒക്കെ നല്ലതുപോലെ തന്നെ മനസ്സിലാക്കും. നല്ല ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡ് തന്നെയാണ്. അപ്പം നമ്മൾ നല്ലതുപോലെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ട്രെയിൻ ചെയ്യാം. നമ്മളൊരു പപ്പീനെ വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പം ഒരുപാട് ട്രെയിനിങ് വീഡിയോസ് ഒക്കെ യൂട്യൂബിലാണെങ്കിലും അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ നോക്കിയിട്ട് നമ്മൾ തന്നെ സമയം എടുക്കണം. ആദ്യമേ കുറച്ച് പാടായിരിക്കും. ആദ്യമേ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കമാൻഡ് പറയുന്ന സമയത്ത് ചിലപ്പോൾ അത് കുറച്ച് ആ ഒരു കമാൻഡ് ചെയ്തിട്ട് പിന്നെ ഡോഗിന് മടുത്തിട്ട് പിന്നെ ചെയ്യാതെ പോകും. അപ്പോഴത്തേക്ക് അത് മടുക്കുന്ന സമയത്ത് നമ്മളാണെങ്കിലും അവരെ ഫ്രീ ആയിട്ട് വിടുക, വീണ്ടും വീണ്ടും കമ്പൽ ചെയ്ത് ആ ഒരു കമാൻഡ് ചെയ്യിപ്പിക്കാതിരിക്കുക. ഓക്കെ, അങ്ങനെ റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ വലുതാകുമ്പോഴും നല്ല രീതിയിൽ സെറ്റ് ആയിട്ട് വരും. അതേസമയം നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും പ്രൊഫഷണൽ ട്രെയിനറിനെ കൊണ്ടാണ് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നതെങ്കിൽ അവർ ആ ഒരു ഡോഗിൻ്റെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും. അപ്പൊ ഡോഗ് പിന്നെ അവരുമായിട്ട് മാത്രം ഒരു അറ്റാച്ച്മെന്റ് ആയി പോകും. അങ്ങനെ വരരുത്. അപ്പം അവർ ടൈം സ്പെൻഡ് ചെയ്തതിനെക്കാട്ടി കൂടുതൽ നമ്മളും കൂടെ എന്ത് ചെയ്യുക, നമ്മൾ വാങ്ങിച്ച ആ ഒരു ഡോഗിനോട് അല്ലെങ്കിൽ പപ്പിയോട് നമ്മൾ തന്നെ കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നവരുടെ അടുത്താണ് ഈ പറയുന്നത് പോലെ ഡോഗിനാണെങ്കിലും എല്ലാം അറ്റാച്ച്മെന്റ് വരുന്നത്. ഇപ്പൊ നമ്മളാണെങ്കിലും വീട്ടിൽ ആരുടെ കൂടെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവരുമായിട്ടായിരിക്കുമല്ലോ നമുക്കൊരു പേഴ്സണൽ കണക്ഷൻ വരുന്നത്. അതേ സെയിം പോലെ തന്നെയാണ് ഏതൊരു ഡോഗിനാണെങ്കിലും. ഇനി ഈ പറയുന്നത് പോലെ എല്ലാവർക്കും വേറൊരു ഡൗട്ടാണ് ഫുഡിന്റെ കേസ്. ഇപ്പൊ ഫുഡിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പപ്പിയായിട്ടിരിക്കുന്ന സമയത്ത് കൂടുതലും പാക്കറ്റ് ഫുഡ് തന്നെയാണ് ഫീഡ് ചെയ്യുന്നത്. പാക്കറ്റ് ഫുഡ് ഫീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇടയ്ക്ക്, അതായത് കുറച്ച് നാൾ പാക്കറ്റ് ഫുഡ് കൊടുത്തതിന് ശേഷം ഒരു 50-60 ദിവസത്തിലോട്ടൊക്കെ പപ്പി വരുമ്പോൾ ആ ഒരു സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ പതുക്കെ എന്ത് ചെയ്യുക, നമ്മളെ ഹോംലി ഫുഡും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ പാക്കറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. അതിൽ കുറച്ച് നല്ല ബ്രാൻഡ്സ് എന്ന് പറയുന്നത് സ്മാർട്ട് ആർട്ട്, പിന്നെ അതുപോലെ N&D, പിന്നെ റോയൽ ക്യാൻ. അപ്പൊ അതൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം
എന്ത് ചെയ്യുക, പപ്പി സ്റ്റേജിൽ തന്നെ നിങ്ങൾ ഈ ഒരു പാക്കറ്റ് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഇപ്പം ഒരു സമയത്ത് കഴിക്കാൻ തന്നെ ഒരുപാട് ഫുഡ് കൊടുക്കരുത്. അതിങ്ങനെ മിനിമൈസ് ചെയ്ത് ഷോർട്ട് ചെയ്ത് 3 നേരമായിട്ട് എന്ത് ചെയ്യുക, പപ്പി ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് ഫീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നീട് അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു 65-70 ദിവസം അല്ലെങ്കിൽ 60 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് പതുക്കെ ഹോംലി ഫുഡും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അതായത് ചോറും ചിക്കനും മീനും മുട്ട അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ ചിക്കൻ കൊടുക്കുന്ന സമയത്ത് പപ്പി ആയതുകൊണ്ട് തന്നെ ബോണൊന്നും കൊടുക്കരുത്, ജസ്റ്റ് ആ ഒരു ഫ്ലഷ് മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മീനിന്റെ കേസിലും മുള്ള് കാര്യങ്ങളൊന്നും കൊടുക്കരുത്. ജസ്റ്റ് ചോറിനകത്ത് എന്ത് ചെയ്യുക, ഒരു ചിക്കനും മീനും ഒക്കെ ആണെങ്കിൽ അത് നല്ലതുപോലെ കുഴച്ച് കൊടുക്കുക. ഇപ്പോൾ കുഴയ്ക്കാൻ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മിക്സിക്കകത്ത് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ നമ്മൾ ചിക്കൻ കൂട്ടുന്ന കണക്ക് ഇത് എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറയാണ്. നമ്മൾ ഇപ്പോൾ ചിക്കൻ കറി വെക്കുന്ന കണക്ക് മുളകും ഉപ്പും മല്ലിപ്പൊടി അങ്ങനെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ ഇടുമല്ലോ, ആ ഒരു ചിക്കൻ കൊടുക്കരുത്. ഇവർക്ക് വേണ്ടി സെപ്പറേറ്റ് വേവിച്ച് തന്നെ കൊടുക്കുക. ജസ്റ്റ് മഞ്ഞപ്പൊടി മാത്രം ഇട്ട് ജസ്റ്റ് വേവിച്ച് കൊടുക്കുക. ഞാൻ അങ്ങനെയാണ് എൻ്റെ ഡോഗ്സിന് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ജസ്റ്റ് മഞ്ഞപ്പൊടി മാത്രം വെച്ച് വേവിച്ച് കുക്കറിൽ വേവിച്ച് എന്ത് ചെയ്യുക, അവർക്ക് ഫുഡ് കൊടുക്കുക. ഓക്കെ. പിന്നെ അതുപോലെ വേറൊരു സംശയമാണ് പാലിൻ്റെ കേസ്. സത്യത്തിൽ പാല് കുടിച്ചുകൂടാ. കാര്യം പാലെന്ന് പറയുമ്പോഴത്തേക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ വിരയുടെ ശല്യം കൂടും, ഡീവോം. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡീവോം ചെയ്യണം. വിരയുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടും പാല് കൊടുക്കുമ്പം. അപ്പോൾ പാല് നിങ്ങൾ കൊച്ചിലെ അധികം കൊടുക്കണ്ട, കുറച്ച് അഡൽട്ട് ആയിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. കൊടുക്കുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ആണോ പാൽ എടുക്കുന്നത് അതിൻ്റെ 2 ഇരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ കാൽഷ്യത്തിൻ്റെയൊക്കെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് മാറും. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മുട്ട ഉണ്ടല്ലോ, മുട്ട പുഴുങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു തോട് നല്ലതുപോലെ കഴുകി ഉണക്കി എന്ത് ചെയ്യുക, പൊടിച്ചൊരു ഡപ്പയ്ക്കകത്താക്കി വെക്കുക. എന്നിട്ട് ഈ പറയുന്നത് പോലെ ചോറൊക്കെ കൊടുക്കുമ്പോൾ അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കാര്യങ്ങളൊന്നും പപ്പി സ്റ്റേജിലല്ല, കുറച്ചും കൂടെ വലുതായിട്ട് ഒരു 6 മാസത്തിനൊക്കെ ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, ഈ ഒരു എഗ്ഷെല്ലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതല്ലാതെ മുട്ടയും ചിക്കനും മീനും ഒക്കെ എന്ത് ചെയ്യാം, കൊച്ചിലെ തന്നെ കൊടുക്കാം. പിന്നെ ഈ ബോണൊക്കെ, അതായത് ഈ ചിക്കൻ്റെ എല്ലൊക്കെ എന്ത് ചെയ്താൽ മതി, ഒരു 8 മാസം 10 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ചിക്കൻ്റെ എല്ലൊക്കെ കൊടുത്ത് ശീലിപ്പിച്ചാൽ മതി. അതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഇവരുടെ എക്സസൈസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലതുപോലെ വർക്കൗട്ട് വേണ്ട ബ്രീഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പം ചെറിയ അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ അഡൽട്ട് ആയിട്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് എന്ത് ചെയ്യുക, വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അതല്ല നിങ്ങൾക്ക് വീട്ടിൽ അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഡോഗിനെ അഴിച്ചു വിടുമ്പോൾ തന്നെ ഡോഗ് തന്നെ എന്ത് ചെയ്തോളും, നല്ലതുപോലെ വർക്കൗട്ട് ചെയ്തോളും. അതിൻ്റെ ആ ഒരു ഹൈപ്പർ ആക്റ്റീവ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡോഗ് തന്നെ നല്ലതുപോലെ എന്ത് ചെയ്യും, വർക്കൗട്ട് ചെയ്തോളും. എന്നിരുന്നാലും നമ്മൾ ഇവരെ ഈ പുറത്തൊക്കെ തുറന്നു വിടുന്ന സമയത്ത് അവരുടെ കൂടെ നമ്മൾ കുറച്ചു നേരമെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് അവരെ വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്തുവാന്ന് വെച്ചാൽ നമ്മളുമായിട്ടുള്ള ബോണ്ട് കുറച്ചും കൂടെ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുപോകാം. പിന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ സോഷ്യലൈസ് ചെയ്ത ഡോഗ് ആണെങ്കിൽ നമ്മൾ ഈ വെളിയിലോട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ വലിയ പ്രശ്നമൊന്നും വരത്തില്ല, ബാക്കിയുള്ള ഡോഗിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ വേറെ ആൾക്കാരെയൊക്കെ കാണുന്ന സമയത്ത്. പക്ഷെ സോഷ്യലൈസ് ഒന്നും ചെയ്യാതെ നമ്മൾ ഭയങ്കര അഗ്രസീവായിട്ട് വളർത്തിയ ഡോഗ് ആണെങ്കിൽ വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് കുറച്ചൊരു ഇഷ്യൂ വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള അഗ്രസീവ് നേച്ചറുള്ള ഡോഗ് ആണെങ്കിൽ പുറത്ത് കൊണ്ടുപോകാതെ വീട്ടിനകത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഫാമിലോ വീടിനകത്തോ തന്നെ എന്ത് ചെയ്യുക, നല്ലൊരു വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ. നമ്മുടെ പർപ്പസ് എന്താണോ ആ രീതിയിൽ വളർത്തിയെടുക്കുക. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അഗ്രസീവ് നേച്ചറായിട്ട് വളർത്തണമെങ്കിൽ നിങ്ങളുടെ പർപ്പസ് എന്താണ്, ഗാർഡിങ് മാത്രമാണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്ത് വളർത്തിയെടുക്കുക. അതല്ല വീട്ടിലുള്ള എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ആണ് പോണേന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ കൊച്ചിലെ തന്നെ എന്ത് ചെയ്യുക, നല്ലതുപോലെ സോഷ്യലൈസ് ചെയ്ത് വളർത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, അതായത് ഇപ്പം ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകാറുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്. അതായത് ഇപ്പം നിങ്ങളൊരു ഡോഗിനെ വാങ്ങിച്ച്, ഏതൊരു ഡോഗ് ആയിക്കോട്ടെ, ഇപ്പം നാടൻ തന്നെ ആയിക്കോട്ടെ, ഏത് ഡോഗ് ആണെങ്കിലും നിങ്ങൾ പപ്പിയായിട്ടിരിക്കുന്ന സമയത്ത് കാണാൻ നല്ല ക്യൂട്ടൊക്കെ ആയിരിക്കും. അത് കണ്ട് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് വലുതാകുമ്പോഴത്തേക്ക് ഇവരെ ഉപേക്ഷിക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ വലുതായിട്ട് പ്രായമാവുന്ന സമയത്ത് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുവാണെങ്കിലും ഇവരെ റോഡിലൊന്നും ഉപേക്ഷിക്കുകയൊന്നും ചെയ്യരുത്. ഓക്കെ. കാര്യം അത് നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റാണ്, ഒരു പാപം തന്നെയാണ്. നമ്മുടെ കൂടെ ഇത്രയും നാൾ നല്ലതുപോലെ നിന്ന ഒരു ഡോഗിനെ നമ്മൾ അതിന് വയ്യാതാകുമ്പോൾ നമ്മൾ കൊണ്ട് കളയുന്നത് ശരിയല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കിപ്പം അഥവാ ഡോഗിനെ നോക്കാൻ വേണമെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പം ഡോഗിനെ വാങ്ങിക്കാനായിട്ട് പൈസ ഇല്ലാത്തവരോ അല്ലെങ്കിൽ ഒരു ഡോഗിനെ കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാം നല്ലതുപോലെ നോക്കുന്നൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക, ഇങ്ങനെ ഉപേക്ഷിക്കാതെ. അവർ പൊന്നുപോലെ നോക്കിക്കോളും. ഞാനിനി എന്തെങ്കിലും കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ റോഡ്വീലറിനെ വളർത്തിയിട്ടുള്ളവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറയാൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഏത് ഡോഗ് ബ്രീഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സൂൺ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്